സോ ഗെയ്സ് ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് ഗെയ്സ് അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ച് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞുതരാം അതിനെപ്പറ്റിയൊക്കെ. പിന്നെ ഈ അപ്ഡേറ്റ് ഇതുവരെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും പോയി അപ്ഡേറ്റ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു കോഡൊക്കെ അടിച്ചാൽ കിട്ടുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് പോയി ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. എന്തായാലും ഗെയ്സ് ഇനി തൊട്ടുള്ള അപ്ഡേറ്റുകളിൽ വരാൻ പോകുന്ന ഐറ്റംസിനെയൊക്കെ പറ്റി നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒട്ടും മറക്കരുത്. കാരണം അത് ചെയ്താൽ മാത്രമേ ഗെയ്സ് നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുള്ളൂ. എന്നാലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ 80-12 കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. ഈ ഒരു കോഡാണ് നമ്മുടെ ബുഗാട്ടി സിറോണും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ ആ ഒരു സെയിം ഡിസൈനിലാണ് ഗെയ്സ് ഇത് വന്നിരിക്കുന്നത്. എന്തായാലും ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് വരും. ഞാനാണെങ്കിൽ ആ വണ്ടി ഓടിക്കുന്നുണ്ട്. ഞാൻ വണ്ടി ഓടിച്ച എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ കൊള്ളാം ഗെയ്സ്, അത്യാവശ്യം പക്കയായിട്ടുള്ളൊരു വണ്ടിയാണ്. പക്ഷേ ഗെയ്സ് മെയിനായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരുമ്പം ഒരു വിഷയമുള്ള കാര്യമെന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോയി ഒന്ന് തട്ടിയാൽ തന്നെ ഇതിൻ്റെ ഡോർ ഇളകും. എന്നിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഗെയ്സ് ആ ഒരു കുഴപ്പം ഈ ഒരു അപ്ഡേറ്റിലെങ്കിലും മാറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ നമ്മുടെ ഡെവലപ്പറാണ് മാറ്റിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ കൂട്ടുകാരുടെയും ഡൗട്ടായിരിക്കും ബ്രോ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുമെന്ന്. അപ്പോൾ ഈ നമ്മൾ എപ്പോഴത്തെയോ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നമ്മുടെ ഡെവലപ്പർ നമ്മുടെ പറഞ്ഞായിരുന്നു ഒന്ന് കളർ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ലെന്ന്. അപ്പോൾ ഈ നമ്മളെല്ലാവരും റിക്വസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇപ്പോൾ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും നമ്മുടെ ഈ ഒരു കാറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കാർ മോഡിഫിക്കേഷൻ്റെ അകത്തിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ മാക്സിമം എല്ലാ കൂട്ടുകാരും ഇതുവരെ അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരാണ് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് പോവുക, അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് കണ്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകുകയില്ല. ജസ്റ്റ് ഞാൻ കുറേയധികം ഐറ്റംസ് വന്നിട്ടുണ്ട്. നമ്മുടെ കാളവണ്ടി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബുള്ളിൻ്റെ കോഡ് വന്നിട്ടുണ്ട്. എന്തായാലും അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ നേരെ നമ്മുടെ കാർ മോഡിഫിക്കേഷൻ്റെ സെക്ഷൻ എടുത്തിട്ട് വീലിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഗെയിമിൽ ഈ ഒരു കാറിൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മുടെ കളർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും പറ്റും. വേറൊരു ഐറ്റം കൂടെ വരുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് വന്ന കുറച്ച് കോഡ് ഞാൻ പറഞ്ഞുതരാം ഗീസ്. എന്തായാലും ഈ ഒരു കാർ നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിൽ വന്നതാണ്. അതുപോലെ തന്നെ നേരത്തെയുള്ള ബുഗാട്ടി റിമൂവ് ആക്കിയോ ബ്രോ എന്ന് ഇപ്പോൾ കുറേ കൂട്ടുകാർ ആലോചിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഗീസ് അത് റിമൂവ് ആക്കിയിട്ടില്ല, അത് നമ്മുടെ ഗെയിമിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മൾ കാളവണ്ടിയുടെ കോഡ് പറഞ്ഞുതരാം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് പോയി ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നിട്ട് ഇന്ത്യൻ പയറ്റാൻ വിളിക്കുന്ന ഈ കൂട്ടുകാരിലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ മാക്സിമം ഷെയർ ചെയ്യുക. ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഈ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാത്തതായിട്ട് കുറേ കൂട്ടുകാരുണ്ട്. ബെല്ലൈക്കണോ ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ കാളവണ്ടിയുടെ കോഡ് പറഞ്ഞുതരാം. വീഡിയോ വളരെയധികം ലെങ്ത് ആകുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഞാൻ ലെങ്ത് കുറക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഞാൻ അടിക്കുന്ന കോഡ് തന്നെ അടിക്കാനായിട്ട് ശ്രമിക്കുക. 80-11 കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡെയിലി ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കാളവണ്ടി കിട്ടുന്നതായിരിക്കും. എന്തായാലും ഞാനാണെങ്കിൽ നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി എടുത്ത് നൈസിന് ഓടിച്ച് പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും ഗൈസ് ഇതിൻ്റെ അകത്ത് കുറച്ച് സൗണ്ടൊക്കെ കേൾക്കും ഗൈസ്. എന്തായാലും ഞാൻ സൗണ്ട് മ്യൂട്ടാക്കിയിട്ടേ വീഡിയോ അപ്ലോഡ് ആകത്തുള്ളൂ. നിങ്ങളുടെ ഗെയിമിൽ എടുക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക സൗണ്ടായിരിക്കും. ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഒരു പെണ്ണിൻ്റെ മേത്തോട്ട് ഇവിടെ നമ്മുടെ വണ്ടി കയറ്റുന്നുണ്ട്. ഇതിൻ്റെ അകത്തൊരു സീനുണ്ട് ഗൈസ്. നമ്മൾ ആ വീനിലേക്ക് ഇറങ്ങി ആ പെണ്ണ് തെറിച്ച് പോയി. പക്ഷേ എവിടെയാണ് വീണയെന്ന് പിന്നെ എനിക്ക് കാണാനായിട്ട് പറ്റിയില്ല. എന്തായാലും അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. എന്തായാലും ആരെങ്കിലും മേത്ത് കൊണ്ടുപോയി കയറ്റി നോക്കുക. അപ്പോഴത്തേക്കും ആ പുള്ളി ഇങ്ങനെ പറന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ ഇവിടെ ആയിട്ട് ഒരു ബൈക്കുകാരൻ വന്നിട്ടുണ്ട്. പുള്ളിയുടെ നെഞ്ചത്തോട്ട് ഞാൻ ഓടിച്ച് കയറ്റിയിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ചധികം ടെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു സാമാനം പൊട്ടുവോ ഇല്ലയോ എന്നാണ് ഞാൻ നോക്കാനായിട്ട് പോകുന്നത്. വെടി വെച്ചാൽ ഈ ഒരു വണ്ടി കേൾക്കോ ഇല്ലയോ എന്നാണ്. ജസ്റ്റ് അതുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഈ ബുള്ളിൻ്റെ ചീറ്റ് കോഡ് വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. വീഡിയോയുടെ എൻ്റെ വരെ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഞാനാണെങ്കിൽ നേരെ നമ്മുടെ ഗണ്ണെടുത്ത് അതിൻ്റെ മേത്തോട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുവാണ്. ഷൂട്ട് ചെയ്യുമ്പം ആദ്യം ഒന്നും വെടി ഏറ്റില്ല. പിന്നെ രണ്ടാമതായപ്പം നമ്മൾ ആ ബൈക്കിനിട്ട് വെടി വെച്ചപ്പം നേരെ നമ്മുടെ കാളവണ്ടിക്കിട്ടും കൊണ്ടു. കാളവണ്ടി കത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആ ഒരു കാളയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല ഗീസ്. എന്തായാലും പുള്ളിക്കാരനാണെങ്കിൽ ഞാൻ നൈസായിട്ട് അവിടെ നിൽപ്പുണ്ട്. ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. എന്നാലും ഗീസ് കൊള്ളാം ഗീസ്. നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. എനിക്കാണ് ഈ വണ്ടി വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഭയങ്കര സ്ലോ ആണ്, പയ്യേ ചെല്ലത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാനാണ് പ്ലാനെങ്കിൽ ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകരുത്. കാരണം അനങ്ങി ഇത് ചെല്ലത്തുള്ളൂ. പിന്നെ ഈ നമ്മുടെ ആ ഒരു ബുഗാട്ടി സിറോൺ നിങ്ങൾ എടുത്തോ, അതിന് അത്യാവശ്യമൊക്കെ സ്പീഡുണ്ട്. പക്ഷേ അതിൻ്റെ ഡോറ് ഇങ്ങനെ ഇളകിക്കൊണ്ട് വരും. കാരണം എവിടെയെങ്കിലും തട്ടിയാലും തട്ടിയില്ലെങ്കിലും ഗെയ്സ് നമ്മളൊരു
ഒരു അത്യാവശ്യം പൊക്കമുള്ള ഒരു ഏരിയ കയറിയിട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും ആ ഡോർ ഇങ്ങനെ പറന്ന് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഞാൻ പറഞ്ഞ് വലുതായിട്ട് പോസ്റ്റ് ആക്കുന്നില്ല, നമുക്ക് നമ്മുടെ ആ ബുള്ളിൻ്റെ കോളിലേക്ക് പോകാം. അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ RGS ടൂൾ എടുക്കുക, എന്നിട്ട് ബുള്ളെന്ന് പറഞ്ഞ് ഡയൽ ചെയ്യുക. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു വാട്ടർ പ്രോപ്സ് കൂടെ വന്നിട്ടുണ്ട്, അതിൻ്റെ കാര്യം പറയാനായിട്ട് ഞാൻ വിട്ടുപോയതാണ്, ജസ്റ്റ് ഞാൻ അതുകൂടെ പറഞ്ഞുതരാം. എന്തായാലും ഞാൻ ഇവിടെ ബുള്ളെന്ന് ഡയൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് ആ സാധനം ആഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ കയറി നമുക്കൊന്ന് റൈഡ് ചെയ്ത് നോക്കാം. അതുപോലെ കുറേ വീഡിയോസിലൊക്കെ കണ്ടാണ്, കുറേ ഹിന്ദി യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോസിൽ ഞാൻ കണ്ടതാണ് ഈ ഒരു സാധനം പറന്നു പോകുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഇതിന് ചിറക് വെച്ച് ഇനി പറന്നു പോകുമോ, ഇതിന് എങ്ങനെ പറക്കാൻ പറ്റും, ഇനി അവർ വല്ല ബഗ്ഗായിട്ടാണോ ചെയ്യുന്നതെന്ന്. പക്ഷേ സംഭവം അതല്ലായിരുന്നു. നമ്മൾ മെയിനായിട്ട് വണ്ടിയൊക്കെ ചാടിക്കുന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ജസ്റ്റ് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ സ്ലോ മോഷൻ ഓണാക്കുന്ന ഓപ്ഷനാണ്. അതിൻ്റെ അകത്ത് നേരെ നമ്മൾ വണ്ടിയിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി നേരെ ചാടുന്നതായിട്ട് അത് എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും. എന്തായാലും കേസ് നമ്മൾ പിന്നെ ഇതിൻ്റെ അകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാണ്, അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു വണ്ടി ചാടി ഇങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും കേസ് അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, കാരണം അത് ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇതൊരു വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഓടിപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ആയിരിക്കാവുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അതുകൊണ്ട് കേസ് നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം അവരാരും അറിഞ്ഞു കാണത്തില്ല നമ്മുടെ ഗെയിമിലേക്ക് അപ്ഡേറ്റ് വന്ന കാര്യം. എന്തായാലും കുറേ യൂട്യൂബേഴ്സൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ നേരത്തെ വീഡിയോ കിട്ടുന്നത് ഈ ഹിന്ദി യൂട്യൂബേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വീഡിയോസ് എടുക്കുന്ന കാരണമാണ്. നമ്മളങ്ങനെ ഞാനും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഗൈസ്, പക്ഷേ ഞാനത് നിർത്തിയതാണ്. കാരണം അങ്ങനെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, നമ്മൾ സ്വന്തമായിട്ട് കണ്ടൻറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അത് കാരണം ഇപ്പം ഞാൻ തന്നെയാണ് വീഡിയോ റെക്കോർഡ് ചെയ്തൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വന്നപ്പം നിങ്ങളെ അറിയിക്കണമെന്ന് കരുതി, കാരണം നിങ്ങൾക്ക് ഇത് കിട്ടുന്നതായിരിക്കും. ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഗെയിമിൽ കയറി ഈ കോഡൊക്കെ ഒന്ന് അടിച്ച് നോക്കുക, കിട്ടാത്ത കൂട്ടുകാർ പറയുക, എന്തായാലും കിട്ടും, ഉറപ്പാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക ജസ്റ്റ് ഒന്ന്. അതുപോലെ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എത്ര കൂട്ടുകാരുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 2K ആണ്, ജസ്റ്റ് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഒരു സബ്സ്ക്രൈബറിൻ്റെ എണ്ണം കൂടത്തേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പോകാനായിട്ടില്ല. എന്തായാലും എനിക്കത് വളരെ ഒരു പ്രോത്സാഹനമായിരിക്കും ഗൈസ്. എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് വരും. ഞാനാണെങ്കിൽ പുള്ളിക്കാരനെ ഇങ്ങനെ ചാടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്തായാലും ഞാൻ വലിച്ചു കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമുക്കിനി വാട്ടർ പ്രോപ്സിലേക്ക് കടക്കാം. എന്തായാലും നിങ്ങൾ ജസ്റ്റ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ വാട്ടർ എന്ന് പറഞ്ഞ് അടിക്കണം നമ്മുടെ RGS ടൂളിൽ കയറിയിട്ട്. എന്തായാലും ഞാനാണെങ്കിൽ ഇവിടെ നമ്മുടെ RGS ടൂളിൽ കയറിയിട്ട് വാട്ടർ എന്ന് പറഞ്ഞ് അടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും വാട്ടർ പ്രോപ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ കൊള്ളാമല്ലേ, നൈസാണ്. നമ്മുടെ വാട്ടർ പ്രോപ്സ് ആണ്, വാട്ടറാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അകത്ത് നമുക്കൊരു ടെസ്റ്റ് ചെയ്താലോ എന്ന്. ഞാൻ നേരെ ഇതിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് വെടി വെച്ചു. അപ്പോഴത്തേക്കും സംഭവം സക്സസ് ആണ്. ഈ വാട്ടർ പ്രോപ്സ് തന്നെയാണ്. ഞാനോർത്ത് ഇനി നമുക്ക് മാത്രമേ ഉള്ളൂ ഇത് കത്തി വല്ലതും പോകുമെന്ന് ഞാൻ നോക്കിയാണ്, പക്ഷേ കത്തിയൊന്നും പോകത്തില്ല. നമ്മളാണെങ്കിൽ നമ്മുടെ ആ ഒരു ബുള്ളിനെ വെടിവെച്ചിട്ടുണ്ട്. ആ പുള്ളിയാണെങ്കിൽ പറന്നൊക്കെ പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും നല്ല അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. കുറച്ച് ഐറ്റംസൊക്കെ ആഡായിട്ടുള്ളൂ, ഇനിയും വരാനായിട്ടുണ്ട്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞൊരു കാര്യമാണ് ഗൈസ്, നമ്മുടെ ഗെയിമിലേക്ക് ഒരു കാറിൻ്റെ സ്കിന്ന് വരാൻ പോകുന്ന കാര്യം. എന്തായാലും സ്കിന്ന് വൈകാതെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് വരുന്നതായിരിക്കും. അത് ഈ ഒരു അപ്ഡേറ്റിലൂടെ വരത്തില്ലെന്ന് ഞാൻ പറഞ്ഞതാണ്. എന്തായാലും ഞാൻ പറഞ്ഞ കുറച്ചധികം ഐറ്റംസ് ഈ ഒരു അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാ കൂട്ടുകാരും എടുത്തു നോക്കാം. നമ്മുടെ അപ്ഡേറ്റ് ഇപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എടുത്തു നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ചെറിയൊരു ബഗ് പറഞ്ഞുതരാം. അധികം ലെങ്തൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ ഹൾക്കിനെ എങ്ങനെ പറപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് നിങ്ങൾ ആദ്യം നമ്മുടെ ഗെയിമിൽ കയറുക. ജസ്റ്റ് ഒരു ചെറിയൊരു ട്രിക്കാണ്, എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കുക. നമ്മുടെ ഹൾക്ക് പറന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബ്രോ സൂപ്പർ പവർ കിട്ടിയിട്ടാണോ എന്ന്. സൂപ്പർ പവർ ഒന്നും അല്ല, ജസ്റ്റ് ഒരു ബഗ്ഗാണ്, അറിഞ്ഞിരിക്കുക. എന്തായാലും വീടിൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ട് എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കാവുള്ളൂ, അല്ലെങ്കിൽ വർക്കാകില്ല. എന്തായാലും ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് വേണ്ട ഹൾക്കിനെയാണ്. ഞാനാണെങ്കിൽ ഇവിടെ ക്യാരക്ടറിനെ വേറെ ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ആലോചിക്കും ബ്രോ ഈ ഒരു ക്യാരക്ടറിനെ വെച്ചാണോ ചെയ്യാനായിട്ട് പോകുന്നതെന്ന്. അല്ലെങ്കിൽ ഹൾക്കിനെ തന്നെ എടുക്കണം. എന്തായാലും ഹൾക്കിൻ്റെ കോഡ് അറിയാത്ത കൂട്ടുകാർക്ക് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. നേരെ നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുക്കുക, എന്നിട്ട് നേരെ നമ്മുടെ PM10 കാര്യങ്ങളൊക്കെ RGS ടൂളിൽ അടിക്കുക. ഇതാണ് നമ്മുടെ ഹൾക്കിൻ്റെ കോഡ്. കുറേ കൂട്ടുകാർക്ക് അറിയത്തില്ല. ജസ്റ്റ് അറിയാത്ത കൂട്ടുകാരെ മറക്കാതിരിക്കാൻ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ ഗൈസ്. എന്തായാലും ഞാനാണെങ്കിൽ ആ ഒരു PM10 അടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഗെയിം ബാക്കോട്ട് ഒന്നുകൂടെ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവരായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് ഇപ്പോൾ ഹൾക്ക് ആഡായിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ വെളിയിലേക്ക് പോവുകയാണ്. എന്തായാലും വെളിയിലേക്ക് പോയിട്ട് വേണം നമുക്ക് ആ ഒരു ട്രിക്ക് വർക്കാക്കാനായിട്ട്. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ബൈക്ക് വിളിക്കണം. ഈ ബൈക്കിലാണ് മെയിൻ കാര്യം, കാരണം ബൈക്ക് വിളിച്ചില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. എന്തായാലും ഇഷ്ടമുള്ള ബൈക്ക് ഏതെങ്കിലുമൊക്കെ വിളിക്കുക. ഞാനാണെങ്കിൽ ഇവിടെ ഒരു ബൈക്ക് വിളിച്ചിട്ടുണ്ട്.
എന്തായാലും ആ ഒരു ബൈക്കിന് കോഡ് 3000 ആണ്. ജസ്റ്റ് ഇതാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഇതെടുക്കുക, അല്ലെങ്കിൽ വേറെ കുറേയധികം ബൈക്ക് ഉണ്ടല്ലോ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബൈക്ക് എടുക്കുക. എന്നിട്ട് ഞാൻ അടിക്കുന്ന കോഡ് തന്നെ അടിക്കുക ഗൈസ്. ഈ കോഡാണ് മെയിൻ സാധനം. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു കോഡ് അടിച്ചോ ഗൈസ്. 7112 ഞാൻ അടിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ അടിക്കുക. എന്നിട്ട് അപ്പോഴത്തേക്കൊരു ഇത് ആക്ടിവേറ്റ് ആകുന്നതായിരിക്കും. അത് നേരെ നിങ്ങൾ വണ്ടി കയറുക. എന്നിട്ട് ബാക്കിൽ നമ്മൾ ബ്രേക്കിൻ്റെ ആ ബട്ടൺ ഇല്ല ഗൈസ്, അതിങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ടിരിക്കുക. അമർത്തി പിടിക്കുമ്പോഴത്തേക്കും വണ്ടി ബാക്കോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും റിവേഴ്സിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കുറച്ചധികം സ്പീഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങുന്ന ബട്ടണിൽ പിടിച്ച് ഞെക്കണം. എന്തായാലും കുറച്ചധികം പോട്ടെ, എന്നാൽ മാത്രമേ ഈ ഒരു ട്രിക്ക് വർക്കാവുള്ളൂ. കാരണം ഞാനിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹൾക്ക് പറന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ ഇതിൻ്റെ അകത്തൊരു ബഗ്ഗാണ്. കാരണം സാധാരണ നമ്മൾ ഇറങ്ങുവാണെങ്കിൽ ഇത്രയും ഒന്നും തെറിച്ച് വീഴത്തില്ല. ഇപ്പം നല്ല രീതിക്ക് നമ്മുടെ ഹൾക്ക് ഇങ്ങനെ തെറിച്ച് പറന്ന് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ പോയിട്ട് ഈ ഒരു ബഗ് വർക്ക് ചെയ്ത് നോക്കുക. വർക്കിംഗ് ആണെങ്കിൽ താരം ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.